അങ്ങനെ ലൈവിൽ ഗംഭീര ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിൽ നോമിനേഷൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അനീഷിൻ്റെ വായ് മാത്രം മൂടിക്കെട്ടാൻ ആദിൽ ശ്രമിക്കുന്നതായിട്ട് തോന്നി. അനീഷിന് മാത്രം പറയാൻ അനുവദിക്കുന്നില്ല. അത്തരത്തിലാണ് ലൈവിലെ നോമിനേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ജയിൽ നോമിനേഷൻ സമയത്ത് നല്ല കാര്യങ്ങളായിരിക്കില്ലല്ലോ പൊതുവെ പറയുക, കുറ്റങ്ങളായിരിക്കും പറയുക. ആ സ്വാഭാവികം. നമ്മൾ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴില്ലാത്ത ഒരു ഡ്യൂറേഷനാണ് ജയിൽ നോമിനേഷൻ സമയത്ത്. ജയിൽ നോമിനേഷൻ സമയത്ത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് വാദിച്ചുകൊണ്ട് അടുത്ത ആൾ അവിടെ ഇരിക്കുന്നവർ വരും, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതുകൊണ്ടാണ് ഈ ജയിൽ നോമിനേഷൻ 2-3 മണിക്കൂറൊക്കെ നീണ്ടു പോകുന്നത്. എന്തിന് ലക്ഷ്മി ഇന്ന് ഓവർ ഷോ ആയിട്ട് താഴ്ത്തിരുന്നൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നീളാനുണ്ടെന്ന് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ മാത്രമാണ് ഇത് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കണ്ടന്റ് കുറയുന്നത്. ഈ ജയിൽ നോമിനേഷൻ സമയത്ത് പരമാവധി അതൊക്കെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്തോ അത് പറയുമ്പോൾ തിരിച്ച് അനീഷ് പറയുമ്പോൾ അനീഷിൻ്റെ വായി മാത്രം മൂടിക്കെട്ടുന്ന അതിലാണ് കേട്ടോ കാണുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, ലക്ഷ്മി പറയുന്നുണ്ട്, ബിന്നി പറയുന്നുണ്ട്, ഇവരൊക്കെ തിരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അക്ബറും പറയുന്നുണ്ട്. അക്ബറിനൊക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അക്ബറും തിരിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാവരും തിരിച്ച് പറയുന്നുണ്ട്. അവരോടൊന്നും ആദില ഒന്നും മിണ്ടാതിരിക്കാനോ ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുകയാണ്. അനീഷിന് അങ്ങനെയല്ല. അനീഷ് അടിക്കുക വരെയും ചെയ്തു, അങ്ങനെ തോളത്തിട്ട് അടിക്കുക വരെയും ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീടിനകത്ത് പ്രത്യേകിച്ച് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൂട്ടമായിട്ട് ആക്രമിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ മറന്നു പോയിട്ടാണോ, അല്ലെങ്കിൽ അതിനും അപ്പുറമാണ് ആ വൈരാഗ്യം, ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം, അതുകൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അതിലെ കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊക്കെ എല്ലാവരോടുമായിട്ട് എഴുന്നേറ്റ് എന്ന് പറയാമായിരുന്നു, ആരും മിണ്ടരുത്, ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തരാം, ഇപ്പോഴല്ല ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ എന്നൊരു വാക്ക് പറയുന്നതിന് പകരം അനീഷിനെ അടിച്ചമർത്തുന്ന ജയിൽ നോമിനേഷൻ ആയിട്ടാണ് ഇപ്പോൾ ലൈവിൽ പോകുന്നത്. ഇത് ജയിലിൽ പോകാൻ സാധ്യത അനീഷ് തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും അനീഷിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ജയിലിൽ പോവാന്ന്. ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം, വീക്ക്ലി ടാസ്കുകൾ അതുപോലെ പൊതുവായിട്ടുള്ള കാര്യത്തിൽ വീക്കോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്കിലോട്ട് നിൽക്കുന്ന 2 പേരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞത്. ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് പോലും അറിയില്ല. നോമിനേഷനൊക്കെ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിലിലേക്ക് പോകുന്നു അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യവും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.